ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളൊരു സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പൂക്കളം ഡിസൈനുമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യം നമുക്ക് പൂവൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നമ്മൾ സെലക്ട് ചെയ്ത പൂവെല്ലാം ഇവിടെ ഉണ്ട്. അപ്പോൾ അതിന് നമ്മളൊന്ന് ഇതുപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പൂക്കളം ഇടാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റാവുന്നേ ഉള്ളൂ. അധികം കഷ്ടപ്പെടാതെ സ്പ്ലിറ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് വരച്ച് തുടങ്ങാം. അപ്പോൾ ഇത് സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. നമ്മൾ ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുന്നു. സിമ്പിളാണ്. ഒരു നൂലും ഒരു ചോക്ക് ഉപയോഗിച്ച് നമ്മൾ ജസ്റ്റ് റൗണ്ടിന് സർക്കിൾ വരച്ചെടുക്കുന്നു. ഇനി അതിനുള്ളിലായിട്ട് ബാക്കി പാറ്റേൺസ് വരച്ച് ചേർക്കാനുണ്ട്. ഇവിടെ ഡിസൈൻ കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ അതിലാണ് സ്പ്ലിറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, സ്പ്ലിറ്റ് ചെയ്തെടുത്ത ശേഷം നമ്മൾ അതിൽ ഓരോരോ ഡിസൈൻസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ വരച്ചെടുക്കേണ്ടി വരും. ഓക്കെ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓരോ ഡിസൈനായിട്ട് ഇങ്ങനെ വരച്ചെടുക്കുക. സിമ്പിൾ ഡിസൈനാണ്. ജസ്റ്റ് വേറെ ഒന്നുമില്ല, 2 സർക്കിൾ വരയ്ക്കുക. അതിനെ ഡിവൈഡ് ചെയ്തെടുത്ത ശേഷം ഓരോ ഡിവൈഡ് ചെയ്ത ഭാഗത്തും ഇതുപോലെ ഇതളുകൾ പോലെ ഇങ്ങനെ വരച്ചെടുത്താൽ മതി. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. അത്രേ ഉള്ളൂ. നമ്മൾ ഡിസൈൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് നമ്മളതിനെ പൂവിട്ട് ഫില്ല് ചെയ്യണം. ഞാൻ നടക്കുന്ന സർക്കിളൊക്കെ ഒന്ന് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, നമുക്കിനി പൂവിട്ട് ഫില്ല് ചെയ്തെടുക്കാം. ഓക്കെ, നമുക്ക് യെല്ലോ കളർ സെലക്ട് ചെയ്തിട്ട് എവിടെയൊക്കെ യെല്ലോ വേണം, എവിടെയൊക്കെ ഓറഞ്ച് വേണമെന്ന് ആദ്യം ഡിസൈഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ഇട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നടുക്ക് ഓറഞ്ച്, നടുക്ക് യെല്ലോ, ബാക്കി എഡ്ജ് പോർഷൻസിലൊക്കെ നമുക്ക് ഓറഞ്ച് ഇട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി ബാക്കി പോർഷൻസ് നമുക്ക് ഇതുപോലെ നേരത്തെ ഇട്ടതുപോലെ തന്നെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം. മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ എഡ്ജ് എപ്പോഴും അതേ ഷേപ്പ് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. എഡ്ജ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ആ ഒരു ഷേപ്പിൽ പൂക്കളം കിട്ടില്ല. അപ്പോൾ എപ്പോഴും പൂക്കളം ഇടാൻ ശ്രദ്ധിക്കേണ്ട കാര്യം ആ എഡ്ജ് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് വേണം ഇടാനായിട്ട്. ഇപ്പോൾ നമ്മളിവിടെ കുട്ടികളെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. അപ്പോൾ അതിൽ എഡ്ജ് അവർ അധികം മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ല. എഡ്ജ് എത്രത്തോളം മെയിൻറ്റെയിൻ ചെയ്ത് പൂക്കളം ഇടുന്നു അത്രത്തോളം പൂക്കളത്തിനൊരു ഭംഗിയുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി പോർഷൻസ് കൂടെ ഇട്ട് ഫില്ല് ചെയ്തെടുക്കാം. പൂക്കളം ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ചായിട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് വരേണ്ടതാണ്. ഇതുപോലെ എല്ലാം കൂടെ ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ എഡ്ജ് കാണാൻ പറ്റില്ല. അപ്പോൾ ആദ്യമേ ചെറുതായിട്ട് ഫില്ല് ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് എഡ്ജൂടെ ഒന്ന് കവർ ചെയ്തിടാൻ പറ്റും. ഇപ്പോൾ ചെയ്തിരിക്കുന്ന എല്ലാം കൂടെ ഒരുമിച്ചെടുത്തിട്ട് കൊണ്ടാണ് നമുക്ക് എഡ്ജൊന്നും കാണാൻ പറ്റുന്നില്ല, എഡ്ജ് കറക്റ്റ് കിട്ടുന്നില്ല. ഇതിനേക്കാളും ഏറ്റവും എളുപ്പമായി സിമ്പിളായിട്ട് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എഡ്ജ് കവർ ചെയ്ത് ചെറുതായിട്ട് ഇട്ട് വരിക എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമ്മൾ ഒരു ഗ്രീൻ പോർഷൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗ്രീൻ ഔട്ട്ലൈൻ പെട്ടെന്ന് വിസിബിളായിട്ട് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്രീൻ പോർഷൻ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ബാക്കിയുടെ ആയിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ ഇതും സിമ്പിളായിട്ട് അധികം കഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. കാര്യം അധികം പാറ്റേൺസ് ഒന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്കുള്ള പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി പോർഷൻസോടെ നമ്മൾ ഈ ഗ്രീൻ ആയിട്ട് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, നമ്മൾ ഔട്ട്ലൈനിൽ ഓറഞ്ച് വെച്ച് ഓൾറെഡി ഫിൽ ചെയ്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ഔട്ടറായിട്ട് ആ ഗ്രീൻ പോർഷനൂടെ ഔട്ട്ലൈൻ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഔട്ടറെല്ലാം ഗ്രീൻ വെച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു പാറ്റേൺ ആണ്. നമ്മൾ ഓൾമോസ്റ്റ് തീരാറായി. ഇത്രയേ ഉള്ളൂ. എല്ലാവരും
മാക്സിമം ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു പൂക്കളം ഡിസൈനാണ്. കുറച്ചുകൂടെ ഭംഗി ചെയ്യാൻ പറ്റും. ഔട്ട്ലൈൻ കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ കുറച്ചുകൂടെ നന്നായിട്ട് ഈ പൂക്കളം ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ പൂക്കളം ആണ്. ഓക്കെ, മാക്സിമം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഹാപ്പി ഓണം.